കേരള രാഷ്ട്രീയം ഇന്ന് പുതിയ യുദ്ധത്തിന്റെ വാതിക്കൽ നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ കസേരയിൽ വി.ഡി. സതീശൻ എത്തിയതോടെ ഇനി ഒരു ചോദ്യം മാത്രം: യഥാർത്ഥ പവർ ആരുടെ കയ്യിലാണ്? കാരണം പുറത്തേക്ക് കാണുന്നത് ഒരു സർക്കാർ രൂപീകരണം മാത്രമാണെങ്കിലും ഉള്ളിൽ നടക്കുന്നത് അതിനേക്കാൾ വലിയ കളികളാണെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പോലും ഇന്ന് തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. ആർക്കാണ് ആഭ്യന്തരം കിട്ടുന്നത് എന്നതിലുപരി ആരെ പുറത്തിരുത്തും, ആരെയാണ് അവസാന നിമിഷം ഞെട്ടിക്കാൻ പോകുന്നത്, ആരാണ് മന്ത്രിയാകാതെ പവർ സെന്റർ ആകുന്നത്, ആരാണ് ചിരിച്ചുകൊണ്ട് സത്യത്തിൽ തിരിച്ചടി വാങ്ങുന്നത്? ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ പുറത്തു വരുന്ന ചില പേരുകൾ പോലും അവസാന ലിസ്റ്റിൽ ഉണ്ടാകില്ലെന്നാണ് ഡൽഹി സർക്കിളിൽ നിന്നും ഇപ്പോൾ കേൾക്കുന്നത്. കെ.സിയുടെ നീക്കങ്ങൾ, ലീഗിന്റെ സമ്മർദ്ദവും, വനിതാ ബാലൻസ്, സീനിയർ നേതാക്കളുടെ സൈലന്റ് പ്രഷർ, കേരളം ഇതുവരെ കണ്ടതിൽ ഏറ്റവും സസ്പെൻസ് നിറഞ്ഞ ക്യാബിനറ്റ് ഫോർമേഷനിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത്. അതായത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ കേരള രാഷ്ട്രീയത്തിൽ യഥാർത്ഥ കളി ഇനി തുടങ്ങുകയാണ്. കാരണം ഇത് വെറും മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം മാത്രമായിരുന്നില്ല. അടുത്ത 5 വർഷക്കാലം കേരളത്തിലെ കോൺഗ്രസിനെ ആരാണ് നിയന്ത്രിക്കുക, അല്ലെങ്കിൽ മന്ത്രിസഭയുടെ യഥാർത്ഥ പവർ സെന്റർ എവിടെയായിരിക്കും, കെ.സി. വേണുഗോപാലിന്റെ സ്വാധീനം എത്രത്തോളം ഈ മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കും, പഴയ നേതാക്കൾക്കും പുതിയ തലമുറയ്ക്കും എത്ര സ്പേസ് ലഭിക്കും, സ്ത്രീ സംവരണം അല്ലെങ്കിൽ വനിതകളുടെ പ്രാധാന്യം ഈ മന്ത്രിസഭയിൽ എത്രത്തോളം ഉണ്ട്, ഇതെല്ലാം തീരുമാനിക്കപ്പെടുന്ന നിമിഷത്തിലാണ് ഈ ആദ്യ ക്യാബിനറ്റ് രൂപീകരണം ഇത്ര സസ്പെൻസ് നിറഞ്ഞതായി മാറുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായി ചർച്ച ചെയ്യാം. പ്രധാന പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വലിയ അപേക്ഷയുണ്ട്. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിന്റെ അൽഗോരിതം ഈ വീഡിയോയെ നിരസിക്കില്ല. ഈ സമയത്ത് നിങ്ങളുടെ വലിയ സഹായം ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. സുഹൃത്തുക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പുതുതായി വരാൻ പോകുന്ന മന്ത്രിസഭ വെറും ആർക്കെന്ത് വകുപ്പ് എന്ന ചർച്ചയിലല്ല. ഓരോ വകുപ്പിനും പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ കണക്കുകളുണ്ടാവും. ആരെയെങ്കിലും സന്തോഷിപ്പിക്കാൻ മാത്രമല്ല, ആരെയും ശത്രുവാകാതെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയ സർവൈവൽ സ്ട്രാറ്റജി കൂടെയായിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ ഇത് കേരളം കണ്ട ഏറ്റവും ബാലൻസ് നോക്കുന്ന ക്യാബിനറ്റുകളിൽ ഒന്നാകാനാണ് കൂടുതൽ സാധ്യതയും. അതുകൊണ്ട് ആദ്യം ഈ മന്ത്രിസഭ ശ്രദ്ധിക്കേണ്ടത് കെ.സി. വേണുഗോപാലിന്റെ സ്വാധീനമായിരിക്കും. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായാലും മന്ത്രിസഭ പൂർണ്ണമായും വി.ഡിയുടെ പേഴ്സണൽ ടീം ആയിരിക്കില്ല കൈകാര്യം ചെയ്യുന്നത്. ഡൽഹിയിൽ കേരളത്തിലെ കോൺഗ്രസിനായി ബന്ധപ്പെട്ട വലിയ തീരുമാനങ്ങളിൽ കെ.സിയുടെ സ്വാധീനം വളരെ ശക്തമാണ്. സ്ഥാനാർത്ഥി നിർണയം മുതൽ സംഘടനാ നിയന്ത്രണം വരെ കെ.സിക്ക് നേരിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുകൊണ്ട് മന്ത്രിമാരുടെ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ അഭിപ്രായം നിർണായകമാകാൻ സാധ്യത കൂടുതലാണ്. പുറത്തേക്ക് കാണുന്നത് വി.ഡി. സർക്കാർ ആയിരിക്കും എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുക എന്നാണ്. പക്ഷേ ഉള്ളിൽ നടക്കുന്നത് വി.ഡി. കെ.സി. പവർ ബാലൻസ് തന്നെയാകും എന്നത് വ്യക്തം. വി.ഡി. സതീശൻ നയിക്കുന്ന പുതിയ മന്ത്രിസഭയിലെ ആദ്യ ക്യാബിനറ്റിൽ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ പേര് രമേശ് ചെന്നിത്തലയുടെ തന്നെയാണ്. കാരണം വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയാലും ചെന്നിത്തലയെ സൈഡ് ലൈൻ ചെയ്യുക എന്നത് കോൺഗ്രസിന് വലിയ രാഷ്ട്രീയ റിസ്ക് നൽകുന്നുണ്ട്. അതായത് ഈ NSS വിഭാഗത്തിനകത്തും പഴയ കോൺഗ്രസ് പ്രവർത്തകരിലും രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോഴും വലിയ സ്വാധീനമാണുള്ളത്. അതുപോലെ ഭരണപരിചയമുള്ള സീനിയർ ഫേസ് ഇല്ലാത്ത സർക്കാർ എന്ന വിമർശനം ഒഴിവാക്കാനും രമേശ് ചെന്നിത്തലയ്ക്ക് നല്ല റോൾ നൽകുന്നത് അത്യാവശ്യമാണ് എന്ന് വി.ഡി. സതീശന് ശക്തമായി അറിയാം. അതുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ചെന്നിത്തലയ്ക്ക് ലഭിക്കാൻ സാധ്യത ഉണ്ടെങ്കിലും നിയുക്ത മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ചെന്നിത്തലയ്ക്കുള്ള മറ്റൊരു സാധ്യത പബ്ലിക് വർക്ക് തന്നെയാണ്. കാരണം PWD എന്നത് കേരളത്തിൽ വലിയ വിസിബിലിറ്റി ഉള്ള വകുപ്പ് തന്നെയാണ്. അതായത് റോഡുകൾ, പാലങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇവയെല്ലാം നേരിട്ട് ജനങ്ങളുടെ കണ്ണിൽപ്പെടുന്ന വകുപ്പുകൾ തന്നെയാണ്. ചെന്നിത്തലയെ പോലുള്ള ഒരു സീനിയർ ഫേസിന് വിസിബിളായി നിലനിർത്താൻ PWD ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഒരു ചിന്ത. എന്നാൽ പേഴ്സണലി എനിക്ക് കൂടുതൽ റിയലിസ്റ്റിക് ആയി തോന്നുന്നത് റവന്യൂ തന്നെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് നൽകാൻ പോകുന്നത് എന്നാണ്.
എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ റവന്യൂ വകുപ്പ് പൊളിറ്റിക്കൽ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ കളക്ടേഴ്സ് മുതൽ ഗ്രൗണ്ട് അഡ്മിനിസ്ട്രേഷൻ വരെ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ആഭ്യന്തരം മുഖ്യമന്ത്രി കൈവശം വച്ചാലും റവന്യൂ ചെന്നിത്തലയ്ക്ക് നൽകിയാൽ പവർ ബാലൻസ് നിലനിർത്താം എന്നാണ് എന്റെ ചിന്ത. വി ഡി സതീശന്റെ ഏറ്റവും പുതിയ ക്യാബിനറ്റിൽ ഇനി ശ്രദ്ധേയമാകുന്ന മറ്റൊരു മുഖമാണ് കെ മുരളീധരൻ എന്നത്. മുരളീധരന് ധനകാര്യം ലഭിക്കുമോ എന്ന ചർച്ചയിലാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം. അത് ഏറ്റവും കൗതുകകരം തന്നെയാണ്. പലരും അതിശയിക്കാം. പക്ഷേ അതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ മനഃശാസ്ത്രമുണ്ട്. കരുണാകരന്റെ വികാരം കോൺഗ്രസിന്റെ അടിത്തറയിൽ ഇപ്പോഴുമുണ്ട്. പഴയ ഗ്രൂപ്പുകളെ പൂർണ്ണമായി ഒതുക്കിയാൽ ഭാവിയിൽ വലിയ ഇന്റേണൽ പ്രഷർ ഉണ്ടാകും. അതുകൊണ്ട് ശക്തമായ വകുപ്പുകളിൽ ഒന്ന് മുരളിക്ക് നൽകുന്നത് വലിയ ബാലൻസിംഗ് മൂവ് തന്നെയായിരിക്കും. പെൻഷൻ, ക്ഷേമ പദ്ധതികൾ, സർക്കാർ ജീവനക്കാരുടെ വിഷയം, വിലക്കയറ്റം ഇവ ജനങ്ങളുമായി നേരിട്ട് കണക്ട് ചെയ്യുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് മുരളിയെപ്പോലുള്ള ഒരു വലിയ ജനകീയ നേതാവിന് ജനകീയ ധനകാര്യമന്ത്രിയാക്കുവാൻ UDF ഉള്ളിൽ വലിയ ചർച്ചകൾ ഇപ്പോഴേ ആരംഭിച്ചു എന്നുള്ളതാണ് അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത്. വി ഡി സതീശന്റെ ആദ്യ മന്ത്രിസഭയിലെ ക്യാബിനറ്റിലേക്കുള്ള മുഖങ്ങൾ തെളിയുമ്പോൾ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒരു സീനിയർ നേതാവിന്റെ മുഖമുണ്ട്. അത് മറ്റാരുമല്ല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെയാണ്. അദ്ദേഹത്തിന് നിയമം അല്ലെങ്കിൽ പാർലമെന്ററി അഫയേഴ്സ് പോലുള്ള വകുപ്പുകൾക്ക് സാധ്യത കൂടുതലാണ്. കാരണം തിരുവഞ്ചൂർ ഒരു ക്രൈസിസ് മാനേജർ ഇമേജുള്ള നേതാവ് തന്നെയാണ്. സഭയിൽ പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെ അത് കൈകാര്യം ചെയ്യണം, മാധ്യമങ്ങളോട് എങ്ങനെ പ്രതികരിക്കണം, ഭരണ പ്രതിസന്ധി എങ്ങനെ ശാന്തമായി നിയന്ത്രിക്കണം, ഇതെല്ലാം അദ്ദേഹത്തിന് നന്നായി വഴങ്ങുന്ന കാര്യങ്ങൾ തന്നെയാണ്. വി ഡി സതീശൻ കൂടുതൽ പൊളിറ്റിക്കൽ അറ്റാക്ക് മൂഡിലേക്ക് പോകുമ്പോൾ സർക്കാരിന്റെ സ്റ്റേബിൾ അഡ്മിനിസ്ട്രേറ്റീവ് ബ്രെയിനായി തിരുവഞ്ചൂരിനെ ഉപയോഗിക്കാൻ സാധ്യത കൂടുതലുണ്ട്. എന്നാൽ ഈ ചിന്തയ്ക്ക് അപവാദമായി മറ്റൊരു ന്യൂസാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വി ഡി സതീശന്റെ പുതിയ മന്ത്രിസഭയിൽ യുവജനങ്ങൾക്ക് കൂടുതൽ അവസരം നൽകും എന്നൊരു വാർത്ത വരുന്നുണ്ട്. ഒരുപാട് കാലം മന്ത്രിയായും MLA പരിചയസമ്പത്തുള്ള തിരുവഞ്ചൂരിന് സാധ്യത കുറയുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തിരുവഞ്ചൂരിന്റെ മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ ആദ്യ ക്യാബിനറ്റിലുള്ള പദവി നമ്മൾക്ക് ഇവിടെ ഒരു ചോദ്യചിഹ്നമായി നിലനിർത്തേണ്ടി വരും. ഇനി വി ഡി സതീശൻ നയിക്കുന്ന മന്ത്രിസഭയിലെ ആദ്യ ക്യാബിനറ്റിൽ ഉറപ്പായും സ്ഥാനം ലഭിക്കുന്ന ഒരു യുവ നേതാവിന്റെ മുഖമാണ് ഇനി പറയുന്നത്. അത് മറ്റാരുമല്ല, ശ്രീ വിഷ്ണുനാഥ് തന്നെ. ഇവിടെ കോൺഗ്രസ് നൽകാൻ പോകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഇത് പഴയ നേതാക്കളുടെ മാത്രം സർക്കാർ അല്ലെന്നും യുവാക്കളുമായി കണക്ട് ചെയ്യുന്ന പുതിയ തലമുറയ്ക്കും ഈ സർക്കാരിൽ സ്ഥാനമുണ്ടാകുമെന്നും വ്യക്തമായ സന്ദേശം നൽകുന്ന ഒരു തീരുമാനമാണ് ശ്രീ വിഷ്ണുനാഥിന്റെ ക്യാബിനറ്റ് പദവി. ഇവിടെ വിഷ്ണുനാഥിന് വിദ്യാഭ്യാസം, IT, യുവജനക്ഷേമം അല്ലെങ്കിൽ സ്പോർട്സ് പോലുള്ള ഹൈ വിസിബിലിറ്റി വകുപ്പ് ലഭിക്കാൻ സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയയിലും TV ചർച്ചകളിലും പുതിയ തലമുറയുടെ ശബ്ദമായി മാറിയ വിഷ്ണുനാഥ് കൂട്ടുകെട്ട് ന്യൂ ജനറേഷൻ കോൺഗ്രസ് ഗവൺമെന്റ് എന്ന ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ വളരെ സഹായിക്കും എന്ന് 100% ഉറപ്പ്. ഇനി വി ഡി സതീശന്റെ ആദ്യ ക്യാബിനറ്റിൽ ഉറപ്പായും സ്ഥാനം ലഭിക്കുന്ന ഒരു നേതാവാണ് ശ്രീ സണ്ണി ജോസഫ്. അദ്ദേഹം ഇപ്പോൾ KPCC പ്രസിഡന്റ് കൂടിയാണ്. എന്നാൽ പലരും ഈ പേര് വളരെ പെട്ടെന്ന് അങ്ങ് മറന്നുപോകും. പക്ഷേ വി ഡി സതീശന്റെ മന്ത്രിസഭയിൽ വളരെ കണക്ക് കൂട്ടി പരിഗണിക്കപ്പെടുന്ന ഒരു പേരാണ് ശ്രീ സണ്ണി ജോസഫിൻ്റെത്. കാരണം പുതിയ സർക്കാരിന് പ്രസംഗവേദിയിലെ ശബ്ദം മാത്രം പോരാ, അധികം വിവാദമില്ലാത്ത പാർട്ടിയോടും നേതൃത്വത്തോടും വിശ്വസ്തത പുലർത്തി ഭരണപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളുകൾ തന്നെ വേണം. നിയമം, പാർലമെന്റിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ വനം പോലുള്ള വകുപ്പുകൾ അദ്ദേഹത്തിന് ലഭിക്കാൻ വളരെ സാധ്യതയുണ്ട്. അതോടൊപ്പം മലബാർ ക്രിസ്ത്യൻ റെപ്രസെന്റേഷൻ എന്ന കണക്കും അദ്ദേഹത്തിന് കൂടുതൽ ഗുണവും ഉറപ്പും ഈ ക്യാബിനറ്റിൽ നൽകും എന്നതും വ്യക്തം. ഇനി ഘടകകക്ഷികളിലേക്ക് നീങ്ങിയാൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് മുസ്ലിം ലീഗ് തന്നെയായിരിക്കും. കാരണം UDF ഏറ്റവും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സഖ്യകക്ഷി ലീഗ് തന്നെയാണ് എന്ന് വ്യക്തം. കാരണം മലബാറിൽ UDFന്റെ നട്ടെല്ല് ലീഗ് തന്നെയാണ്. അതുകൊണ്ട് ലീഗിന് വലിയൊരു വകുപ്പ് ഉറപ്പായിട്ടും ആദ്യ ക്യാബിനറ്റിൽ ഉണ്ടായിരിക്കും എന്ന് വ്യക്തം. അവർക്ക് വിദ്യാഭ്യാസം ലഭിച്ചാൽ ലീഗിന് അവരുടെ പരമ്പരാഗത സ്വാധീനം തുടരാം. പൊതുമരാമത്ത് ലഭിച്ചാൽ മലബാറിലെ റോഡുകൾ, പാലങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ നേരിട്ട് അവർക്ക് ഇടപെടാൻ അവസരം ലഭിക്കും.
ഇത് വെറും ഒരു വകുപ്പ് മാത്രമല്ല, മലബാറിൽ രാഷ്ട്രീയ പിടി മുറുക്കാനുള്ള ശക്തമായ ആയുധമാണ്. ഈ പ്രാവശ്യം തീർച്ചയായും ലീഗിന് 5 മന്ത്രിമാരുണ്ടാകും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു എന്നതും നിരീക്ഷണ വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. UDF ഇനി അടുത്ത ഏറ്റവും വലിയ സഖ്യകക്ഷി ജോസഫ് ഗ്രൂപ്പ് തന്നെയാണ്. ഇവർക്കുള്ള ഏറ്റവും യാഥാർത്ഥ്യമായ സാധ്യത കാർഷികം അല്ലെങ്കിൽ ജലസേവനം തന്നെയാണ്. റബ്ബർ വില, കർഷക വായ്പ, വന്യജീവി ആക്രമണം, ഹൈറേഞ്ച് വികസനം ഇവയൊക്കെയാണ് ജോസഫ് ഗ്രൂപ്പിന്റെ കോർ പൊളിറ്റിക്സ്. മധ്യ കേരളത്തിലും ഹൈറേഞ്ചിലും UDF പിടി ഉറപ്പിക്കണമെങ്കിൽ ജോസഫ് ഗ്രൂപ്പിനെ മാന്യമായി അക്കോമഡേറ്റ് ചെയ്തേ പറ്റൂ. 7 MLA-മാരുള്ള ജോസഫ് ഗ്രൂപ്പിന് ന്യായമായും 2 മന്ത്രിമാരെ ലഭിക്കണം എന്നതാണ് അവരുടെ ആവശ്യം. UDF-ന്റെ ചർച്ചകളിൽ തീർച്ചയായും ജോസഫ് ഗ്രൂപ്പിന് 2 മന്ത്രിമാർ എന്നത് ന്യായമായ ആവശ്യം തന്നെയാണ് എന്നാണ് ചർച്ചകളിൽ ഉതിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ജോസഫ് ഗ്രൂപ്പിന് 2 മന്ത്രിമാരെ ലഭിക്കാനാണ് സാധ്യത ഏറെ. ഇനി ഘടകകക്ഷികളുടെ പേര് നോക്കുമ്പോൾ TP ജോൺ. തീരദേശ രാഷ്ട്രീയം നോക്കുമ്പോൾ ഈ പേര് വളരെ പ്രാധാന്യമുള്ളതാണ്. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ, കടൽക്ഷോഭം, തീരദേശ സംരക്ഷണം, തുറമുഖ വികസനം, പുനരധിവാസം ഇവ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോൾ. അതുകൊണ്ട് മത്സ്യബന്ധനം, തീരദേശ വികസനം, തുറമുഖം പോലുള്ള വകുപ്പ് TP ജോണിന് ലഭിച്ചാൽ തീരദേശ കേരളത്തെ അത് കൂടുതൽ സ്വാധീനിക്കുകയും അവർക്ക് വലിയ സന്തോഷമാകുകയും ചെയ്യും എന്നത് വ്യക്തം. ഇനി അടുത്തത് ഷിബു ബേബി ജോൺ. ഇത് വെറും RSP നേതാവിന് സ്ഥാനം നൽകിയല്ല, UDF-ലെ സഖ്യകക്ഷികൾക്കും മാന്യമായ പങ്കുണ്ട് എന്ന സന്ദേശമാണ്. തൊഴിൽ വകുപ്പ് അദ്ദേഹത്തിന് വളരെ യോജിക്കുന്നു. RSPയുടെ പാരമ്പര്യവും തൊഴിലാളി രാഷ്ട്രീയമാണ്. തൊഴിലാളികൾ, പ്രവാസികൾ, ചെറുകിട വ്യവസായം, യുവജനങ്ങളുടെ തൊഴിൽ പ്രതിസന്ധി ഈ വിഷയങ്ങളിൽ ഷിബു നേരിട്ട് ഇടപെട്ടാൽ വലിയ പബ്ലിക് വിസിബിലിറ്റി ലഭിക്കും. ഗതാഗതം അല്ലെങ്കിൽ സിവിൽ സപ്ലൈസ് പോലുള്ള വകുപ്പുകളിലും അദ്ദേഹത്തിന് സാധ്യത ഉള്ളതായിട്ടാണ് ഇപ്പോൾ അറിയുന്നത്. ഇതാണ് ഏറ്റവും സുപ്രധാന ഘടകമായ വനിതാ റെപ്രസെന്റേഷൻ. പുതിയ സർക്കാർ പഴയ രീതിയിലല്ലെന്ന് തെളിയിക്കണമെങ്കിൽ സ്ത്രീകൾക്ക് വെറും സിംബോളിക് സ്ഥാനങ്ങൾ മാത്രം നൽകിയാൽ പോരാ. ശക്തമായ വകുപ്പുകളും ഡിസിഷൻ മേക്കിംഗ് പവറും അവർക്ക് നൽകിയേ പറ്റൂ. കുറഞ്ഞത് 3 വനിതാ മന്ത്രിമാർക്ക് ഇവിടെ സാധ്യതയുണ്ട്. ബിന്ദു കൃഷ്ണയെ മന്ത്രിയാക്കുന്നത് പ്രവർത്തകരെ മറക്കാത്ത കോൺഗ്രസ് എന്ന സന്ദേശമാകും നൽകുക. വനിതാ, ശിശുക്ഷേമം, സാമൂഹ്യനീതി, ആരോഗ്യ മേഖല എന്നിവയിൽ അവരെ പരിഗണിക്കും എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതുപോലെ തന്നെ വനിതാ മന്ത്രിയായി ദീപ്തി മേരി വർഗീസിനെയും കോൺഗ്രസ് ഭാവിയിലേക്കുള്ള ഫേസായി പ്രൊജക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പുതിയ തലമുറ, വിദ്യാഭ്യാസമുള്ള അർബൻ ഫേസ്, ക്രിസ്ത്യൻ റെപ്രസെന്റേഷൻ, വനിതാ ലീഡർഷിപ്പ് ഈ 4 ഘടകങ്ങളും ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയുന്ന പേരാണ് അത്. ഇവർക്ക് നേരിട്ട് വലിയ ക്യാബിനറ്റ് ബർത്ത് ലഭിക്കുമോ എന്നത് ഇപ്പോൾ ഉറപ്പില്ലെങ്കിലും യൂത്ത് അഫയേഴ്സ്, ഡിജിറ്റൽ ഗവേണൻസ്, വുമൺ എംപവർമെന്റ്, ഹയർ എഡ്യൂക്കേഷൻ പോലുള്ള മേഖലകളിൽ ഫ്യൂച്ചർ ഫേസായി ബിൽഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നതാണ് ഉന്നത വൃത്തങ്ങളിൽ നിന്നും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇനി അവസാനമായി ഏറ്റവും വലിയ സസ്പെൻസ് നൽകുന്ന വ്യക്തിയാണ് KK രമ എന്നത്. അവരെ സ്പീക്കറാക്കുമോ എന്ന ചർച്ച കേരള രാഷ്ട്രീയം മുഴുവൻ ചൂടുപിടിപ്പിക്കുന്നു. TP ചന്ദ്രശേഖർ വിഷയത്തിനു ശേഷം ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായ പ്രതീകാത്മക പോരാട്ടത്തിന്റെ മുഖമാണ് ശ്രീമതി KK രമ. അവരെ സ്പീക്കറാക്കുന്നത് വലിയ പൊളിറ്റിക്കൽ മെസ്സേജ് ആയിരിക്കും നൽകുക. എന്നാൽ സ്പീക്കർ സ്ഥാനം ലഭിക്കാൻ ഒരു വ്യക്തിക്ക് ന്യൂട്രൽ ഇമേജ് ഉണ്ടായിരിക്കണം. അതിനാൽ ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് 2 വഴികളാണ് തുറന്നു കിടക്കുന്നത്. KK രമയെ സ്പീക്കറാക്കി വലിയ സന്ദേശം നൽകുക, അല്ലെങ്കിൽ അവർക്ക് വനിതാ ശിശുക്ഷേമം അല്ലെങ്കിൽ സാമൂഹ്യ നീതി പോലുള്ള വകുപ്പുകൾ നൽകുക. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കരുതാത്ത ഒരു കാര്യമുണ്ട്. ഈ പുതിയ മന്ത്രിസഭ വെറും കേരളം ഭരിക്കാൻ ഉണ്ടാക്കുന്ന ഒരു ടീമല്ല. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് മോഡൽ ഗവൺമെന്റ് എന്ന ഇമേജ് ബിൽഡപ്പ് ചെയ്യാനുള്ള വലിയ രാഷ്ട്രീയ പ്രൊജക്ട് കൂടെയാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് KC വേണുഗോപാൽ പോലുള്ള നേതാക്കൾ ലോയൽറ്റി, സ്റ്റെബിലിറ്റി, മീഡിയ മാനേജ്മെന്റ്, കമ്മ്യൂണിറ്റി ബാലൻസ് ഇവയെല്ലാം വളരെ സൂക്ഷിച്ച് നോക്കുന്നത്. അതുകൊണ്ടാണ് ഒരു വശത്ത് ചെന്നിത്തല, തിരുവഞ്ചൂർ, മുരളീധരൻ പോലുള്ള എക്സ്പീരിയൻസ് സ്പേസ് വരാനും മറ്റൊരു വശത്ത് വിഷ്ണുനാഥ് പോലുള്ള യുവമുഖങ്ങൾക്കും വനിതാ നേതാക്കൾക്കും പുതിയ അർബൻ എഡ്യൂക്കേറ്റഡ് ഫേസിനും സ്ഥാനം നൽകാനുള്ള സാധ്യത ഉയർന്നു വരുന്നത്. ഇവിടെയാണ് ഈ മന്ത്രിസഭയുടെ യഥാർത്ഥ രാഷ്ട്രീയം. ഇത് വെറും വകുപ്പുകളുടെ വിഭജനം മാത്രമല്ല,
കേരളത്തിലെ കോൺഗ്രസിന്റെ അടുത്ത തലമുറയെ രൂപപ്പെടുത്താനുള്ള പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് കൂടിയാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതായത് ബി.ഡി. സതീശൻ ശരിക്കും സ്വന്തം സർക്കാരിനെ നിയന്ത്രിക്കാനാവൂ, അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് കെ.സി. വേണുഗോപാൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പവർ ക്യാബിനറ്റ് ആകുമോ കേരളത്തിൽ രൂപപ്പെടുക? പുറത്തു കാണുന്നത് ബി.ഡിയുടെ മുഖമായിരിക്കും, പക്ഷേ യഥാർത്ഥ കൺട്രോൾ എവിടെയായിരിക്കും എന്നത് ഇനി കേരള രാഷ്ട്രീയം മുഴുവൻ ഉറ്റുനോക്കാൻ പോകുന്ന ഏറ്റവും വലിയ സസ്പെൻസ് ആവും. അതാണ് ഈ മന്ത്രിസഭയെ സാധാരണ ക്യാബിനറ്റ് ലിസ്റ്റിൽ നിന്ന് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ത്രില്ലറായി മാറ്റാൻ പോകുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ മടി കാണിക്കരുത്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്ത് കൊടുത്തേ മതിയാവും. കാരണം അവരുടെ അഭിപ്രായവും നമുക്ക് ഈ വീഡിയോയിൽ സ്വരൂപിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ അവയെല്ലാം തീർച്ചയായും കമന്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ഓരോ കമന്റുകളും ഞങ്ങൾ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കും, അവ ചർച്ച ചെയ്യും. നിങ്ങളുടെ ഓരോ കമന്റിനും വ്യക്തമായ മറുപടി ഞങ്ങൾ നൽകും എന്നും ഞങ്ങൾ ഇവിടെ ഉറപ്പ് നൽകട്ടെ. തീർച്ചയായും ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ കാണുന്നത്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വലിയ പോരാട്ടത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.